ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണ്ടല്ലോ 25 ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു 25 കൂട്ടിത്തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ 30 വയസ്സ് ഞാൻ ഹലോ. അപ്പോൾ ഒരു കാര്യം പറയേണ്ടി വന്നതാണ്. മീൻസ് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് മീൻസ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മലയാളികളായ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിവാഹ ജീവിതം. കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അത് പെൺകുട്ടികൾ നാട്ടിൽ കുറവായത് കൊണ്ടല്ല. ഈ പെൺകുട്ടികളുടെ വീട്ടുകാരും പെൺകുട്ടികൾ ഉൾപ്പെടെ സെറ്റിലാവാൻ വേണ്ടി ഗവൺമെന്റ് ജോലി നിർബന്ധമായി നിന്ന് പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കാരണം അതുകൊണ്ട് സാധാരണ പയ്യന്മാർക്ക് ഗവൺമെന്റ് ജോലിയൊന്നുമില്ല, ബിസിനസ്സും കാര്യങ്ങളാണ്, കൂലിപ്പണിയാണെങ്കിൽ അവർക്ക് പെണ്ണ് കിട്ടത്തില്ല. കാരണം പെൺപിള്ളേരെക്കാളും പെൺപിള്ളേരെ വീട്ടുകാർക്ക് ഗവൺമെന്റ് ജോലി നിർബന്ധം. പിന്നെ ചില പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ എടുക്കുമ്പോൾ പെൺപിള്ളേർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസശമ്പളം 2 ലക്ഷം to 6 ലക്ഷം എന്നാണ് മാസശമ്പളം പറയുന്നത്. ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. ഇങ്ങനത്തെ പയ്യന്മാർ നാട്ടിലില്ല. അങ്ങനെയാണ് അംബാനിയുടെ മോൻ മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ വേ ഓഫ് ടോക്ക് പോകുന്നത് കൊണ്ട് തന്നെ പയ്യന്മാർക്ക് പെൺപിള്ളേർ കിട്ടാൻ ഭയങ്കര പാടാ, ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ നേപ്പാളിയായുള്ള ഒരു മലയാളി കുട്ടിയുണ്ട്. അതായത് അവരുടെ പേര് വന്നിട്ട് സോന എന്തോ ആണ്, സോന അങ്ങനെ പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് വല്ലാണ്ടങ്ങ് സ്ട്രൈക്കായി. അപ്പോൾ അതിൻ്റെ താഴെ അവരെടുത്ത് പ്രീവിയസ് വീഡിയോകളിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്, നേപ്പാളിൽ എന്തെങ്കിലും പെണ്ണ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. നേപ്പാളിലെങ്കിലും, അതായത് ഇവിടെ കേരളത്തിൽ പെണ്ണ് കിട്ടുന്നില്ല പയ്യന്മാർക്ക്. അതുകൊണ്ട് പയ്യന്മാർ സീരിയസ്ലി ചോദിച്ചതായിരിക്കും പെണ്ണ് കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ. അപ്പോൾ അവരതിനെ റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഹലോ. അപ്പോൾ ഒരു കാര്യം പറയേണ്ടി വന്നതാണ്. മീൻസ് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് മീൻസ് നേപ്പാളിൽ പെണ്ണ് കിട്ടുമോ, നേപ്പാളിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ, നേപ്പാളിൽ പോയാൽ പെണ്ണ് കിട്ടുമോ. ഓക്കെ, ആക്ച്വലി നേപ്പാളിൽ പോയാൽ പെണ്ണ് കിട്ടും. ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ബോയ്സിന്റെ 25 ആയിരിക്കണം. കൂടാൻ പാടില്ല. കൂടിയ പിന്നെ കല്യാണം മീൻസ് പിന്നെ മേ ബി ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നേപ്പാളിൽ കിട്ടും. അത് പിന്നെ വന്നിട്ട് ഞാൻ എന്താണ് പറയണത്, ഈ പെണ്ണ് കിട്ടാൻ വേണ്ടി പൊക്കണം തൂക്കി എന്തിനാ നേപ്പാളം വരെ പോണത്, മീൻസ് നേപ്പാൾ വരെ പോണത് എന്താ, നേപ്പാൾ വരെ എന്തിനാ പോണത്. പക്ഷെ നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറേ പെമ്പിളരുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കാസ്റ്റ്, മതം, ജാതി അതൊക്കെ മാറ്റി വെച്ച് തന്നെ നല്ല നല്ല പെൺകുട്ടികൾ കിട്ടും. ഓക്കെ, വെറുതെ കഷ്ടപ്പെട്ട് അവിടെ വരെ പോണാ. അത് കാരണം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ചുറ്റുപാടത്തിന് കുറേ പെൺകുട്ടികളുണ്ടാവും. ജസ്റ്റ് തെരഞ്ഞു പിടിച്ച് കലം കഴിക്കൂ. ഇതിനു വേണ്ടി ഞാൻ പിള്ളേർ പോകണ്ട. ഓക്കെ, ഇവര് പറഞ്ഞതിലൊന്നും എനിക്ക് യോജിപ്പില്ല. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം. പിന്നെ ഇവരവിടെ നേപ്പാളിലെ ഏജ് ലിമിറ്റ് 25-27 ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ 27, 30 ആയിക്കഴിഞ്ഞാൽ ഇവിടെ കളവനെന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ. പിന്നെ അവയില്ല, ഓഫാണ്. അത് എന്ത് അർത്ഥത്തിലാണ്, ഏത് അടിസ്ഥാനത്തിലാണ് 30 വയസ്സ് കഴിഞ്ഞാൽ പയ്യന്മാർക്ക് പെണ്ണ് കിട്ടാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പുറത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50, 60, 70 ഒക്കെ ആയാലും പെണ്ണ് കിട്ടും. ഏത് നമ്മുടെ പുറത്തൊക്കെ USA-ലൊക്കെ. പക്ഷെ ഇവിടെ പെണ്ണും കിട്ടത്തും 30 കഴിഞ്ഞാൽ കളവാൻ. പിന്നെ അവൻ ഇല്ല, പിന്നെ അവൻ തീർന്നു എന്നുള്ള രീതിയിലാണ് പിന്നെ ഇവിടുത്തെ രീതി. അങ്ങനെയാണ്. പിന്നെ ഇവര് പറയുന്നുണ്ട് ഇവിടെ കാസ്റ്റ്, മതം അതൊക്കെയാണ് പ്രശ്നമൊന്നും. ഒരിക്കലുമല്ല. ഇപ്പൊ അതൊന്നുമല്ല, അതൊക്കെ പണ്ടതൊക്കെ ആയിരുന്നു പ്രശ്നം. ഇപ്പൊ അതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. അതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഗവൺമെന്റ് ജോലി. ഇതിലെന്ത് കൂടോത്തോടാണ് ഇരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പൊ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ നിനക്ക് പെണ്ണ് കിട്ടും, ഇല്ലെങ്കിൽ നിനക്ക് പെണ്ണില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അല്ലാതെ പണ്ട് ആയിരുന്നു കുറച്ചുകൂടി പ്രീവിയസ് ഒക്കെ ആയിരുന്നു കാസ്റ്റ്, മതം, ജാതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഗവൺമെന്റ് ജോലി ഉണ്ടാ നിനക്ക് പെണ്ണുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുന്ന കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പയ്യൻ പെണ്ണ് ആലോചിക്കുമ്പോൾ ആ പെണ്ണിന് ഗവൺമെന്റ് ജോലി വേണം എന്നുള്ളൊരു കാര്യം നിർബന്ധമാവുന്ന രീതി വരുമ്പോൾ ഞാൻ സന്തോഷിക്കും, സത്യം പറഞ്ഞു. കാരണം അത്രമാത്രം ഇന്ന് പയ്യന്മാരെ സഫർ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു പെണ്ണ് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ അവന് ജോലിയുണ്ട്. ഈ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. ഈ ഉള്ള മൊത്തം പയ്യന്മാരെ പിടിച്ച് അവിടെ കയറ്റി എഴുതാൻ പറ്റും? ഇല്ലല്ലോ. അതുകൊണ്ട് അത് ആലോചിച്ചു. പിന്നെ അതിനുള്ള ബോധമൊന്നും ആൾക്കാർക്കില്ലല്ലോ. പിന്നെ ഈ പാരന്റ്സിന്റെ ഒക്കെ വിചാരം, കുറെ പേരുടെ പെൺപിള്ളേരുടെ ആയാലും പാരന്റ്സിന്റെ ഒക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ എന്തോ സംഭവം നേദിച്ചെന്നാണ് അർത്ഥം. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ്. പിന്നെ പെൺപിള്ളേർക്കും അറിയത്തില്ലേ 40-50 ലക്ഷം വേണം മാസം. എന്തായാലും ഈ നേപ്പാളിയായ ഈ കുട്ടിയുടെ കമന്റ് ബോക്സിൽ വന്ന കുറച്ച് കമന്റ്സ് ഞാൻ വായിക്കാം. അതിനുശേഷം ഒരു വീഡിയോ കൂടി ഉണ്ടോ, ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ. ഞാൻ അതും കൂടി ഒന്ന് കൊടുക്കാം. ഇനി മൊത്തത്തിലൊന്ന് ട്രിഗർ അടിച്ചിരിക്കുക. നാട്ടിൽ പെണ്ണുങ്ങൾക്ക് ഒടുക്കത്തെ ഡിമാൻഡാണ് ചേച്ചി. സത്യം, അത് സത്യമാണ്. അവർക്ക് പൈസപരമായി ഭയങ്കര ഡിമാൻഡ്. അവർക്ക് വേറെ ഒന്നുമില്ല, വേറെ ഒന്നും അവർക്കില്ല. വേറെ ഇപ്പൊ അങ്ങനത്തെ മൈൻഡൊക്കെ മാറി. പ്രേമിച്ചടക്കുമ്പം ഒരുത്തൻ, അത് കഴിഞ്ഞ് പ്രേമമൊക്കെ ബ്രേക്കപ്പ് ആയിട്ട് അടുത്ത് നല്ല പൈസ നോക്കി സെറ്റിൽ ആവാനുള്ള ടൈപ്പിൽ നോക്കി പോകുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അതൊന്നും വേറെ വിഷയമൊന്നുമില്ല.
നേപ്പാളിലെ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എരി കേരളത്തിലും വരും. അതൊക്കെ കുറെ സർക്കാസ്റ്റിക് ആയിട്ടും കുറെ കമന്റ്സ്. 25 വയസ്സ് കഴിഞ്ഞാൽ അവിടെയും പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടി. കുട്ടി മാമ, സത്യം ഞാനും അത് ഞെട്ടിയായിരുന്നു കേട്ടോ. അവിടെയും ഈ ഗതി തന്നെയാണ്. ഇവിടെ 30 കളവാൻ. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ആണുങ്ങൾ നേപ്പാളിലെ പോകട്ടെ, പെണ്ണുങ്ങൾ ഇവിടെ ബാക്കിയുള്ളവരെ കെട്ടട്ടെ. എൻ്റെ മോനും ഇപ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞ് നടക്കുക. സത്യം എങ്ങനെ നടക്കാൻ? എല്ലാവന്മാരും വേറെ സ്ഥലത്ത് നിന്ന് കെട്ടണം. അതാണ് അവസ്ഥ. കാരണം ഇന്നത്തെ പെമ്പിള്ളേർക്ക് ഭയങ്കര ഡിമാൻഡാണോ ഉള്ള കാര്യം പറയാം. സീരിയസ്ലി പറയാം, ഭയങ്കര ഡിമാൻഡാണ്. അവർക്ക് ജോലി ഉള്ള ഒരുത്തൻ, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി, അല്ലെങ്കിൽ ഭയങ്കര ക്യാഷ് ഉള്ള ഒരുത്തൻ എന്നുള്ള മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. ശരിയാ, അവരുടെ ജീവിതം ഹാപ്പി ആയിരിക്കും അല്ലേ? അതിനുവേണ്ടി വേറൊരുത്തൻ വഴി കിടങ്ങ വയ്യാവിൻ്റെ അടുത്ത് തല വയ്ക്കണം. സൂപ്പർ. അടുത്ത്, നിന്റെ അനിയത്തി അവിടെ ഉണ്ടോ? എനിക്ക് 85 വയസ്സേ ഉള്ളൂ. ആലോചിക്കാനാണ്. അത് സർക്കാസ്റ്റിക് ആയിട്ട്. ഓക്കെ, നീ ബോഡി ബിൽഡ്. നിന്നെ പോലെ ഉള്ളവർ ദുബായിലെ റോഡിൽ കുറെ നിൽപ്പുണ്ട്, ആർക്കും വേണ്ടാതെ. അതൊക്കെ എന്ത് മോശോടെ. അവരവിടത്തെ ആ ഒരു സിറ്റുവേഷനല്ലേ പറഞ്ഞത്. നീയൊക്കെ എന്തുവാടെ ഇങ്ങനെ പറയുന്നത്? എനിക്കറിയില്ലല്ലോ. നിങ്ങളെ പോലെ ആൾക്കാരും കേരളത്തിൽ കുറെ ഉണ്ട്. സീരിയസ്ലി ഇവനെ പോലെ ഉള്ളവന്മാരാണ് കേരളത്തിന് അപമാനം. എനിക്ക് ഏജ് 38ആയി, കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണ് കിട്ടും. നോക്കിയിരുന്നാൽ മതി. ഇവിടെ നിന്നൊന്നും പെണ്ണ് കേരളത്തിൽ കിട്ടത്തില്ല. നേപ്പാളിൽ എന്താ ഇപ്പൊ 25 അവിടത്തെയും പ്രിഫറൻസ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്നൊരു പയ്യൻ, ഞാൻ പറഞ്ഞു, ഒരു പയ്യൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നേപ്പാളിൽ പെണ്ണ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഞാൻ ആ വീഡിയോ തപ്പിയായിരുന്നു, കിട്ടുന്നില്ല. മലയാളം കുറിച്ച് അറിയുന്ന പെൺപിള്ളേർ വല്ലതും ഉണ്ടോ? ഇവിടെ നേപ്പാളിൽ നിന്ന് വന്ന പെണ്ണിന് വളരെ മനസ്സിലായി മതത്തിലും ജാതിയിലും ഒരു കാര്യവുമില്ല എന്ന്. എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതേവരെ ഒന്നും തലയിൽ കയറിയിട്ടില്ല. ആരോട് പറയുന്നത് ഇതൊക്കെ? മതവും ജാതിയും ഉണ്ട്. ജാതി സ്പിരിറ്റും മത സ്പിരിറ്റും ഒക്കെ ഇപ്പോഴും ഉണ്ട് ആൾക്കാരുടെ ഉള്ളിൽ. പക്ഷെ അതിനേക്കാളും ഒരു സ്പിരിറ്റാണ് ഇന്നത്തെ ഗവൺമെന്റ് ജോലി. അതുണ്ടെങ്കിൽ പെണ്ണ് കെട്ടും, ഇല്ലെങ്കിൽ കെട്ടണ്ട. കാശ്, മതം, ജാതി ഇതൊന്നുമല്ല പ്രശ്നം. സർക്കാർ ജോലിയാണ് പ്രശ്നം. സീരിയസ്ലി, ദാറ്റ്സ് ദ വെരി പോയിന്റ്. കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികളെ കിട്ടാനുണ്ട്, പക്ഷെ നല്ല പെൺകുട്ടികളെ കിട്ടാനില്ല. അതൊക്കെ ഒരു 25 to 25 ആക്കി തരുമോ? എന്ത് ചെയ്യാനാ? നാട്ടിലെ പെൺപിള്ളേർക്കൊക്കെ 5 പൈസയുടെ ഗുണമില്ലെങ്കിലും 5 ലക്ഷം സാലറി ഉള്ളവരെ മതിയെന്ന് പറയുന്നത്. സീരിയസ്ലി ഞാനത് ഒരുപാട് പബ്ലിക് ഒപ്പീനിയൻ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 5 പൈസ ഓരോയില്ലെങ്കിൽ 5 ലക്ഷം സാലറി ഉള്ളവനെ വേണമുള്ളൂ. എല്ലാ നല്ലവരായ പെൺകുട്ടികൾക്കും ഇപ്പൊ ബെസ്റ്റ് എന്ന് പറഞ്ഞ് സാധനം ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി വെൽ ഡൺ സോനക്കുട്ടി. ചേച്ചി കാശ് മതം ഒന്നുമല്ല, ആളുകൾക്ക് വേണ്ടത് ഗവൺമെന്റ് ജോലിയാണ്. സീരിയസ്ലി ഇവിടെ ഗവൺമെന്റ് ജോലിയാണ് ഏറ്റവും അധികം പ്രശ്നമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ്. അത് ഈ മാതാപിതാക്കൾ വീട്ടുകാർക്കും കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്. ഗവൺമെന്റ് ഇതിന് മാത്രം എന്താണ് ഗവൺമെന്റ് ഇരിക്കുന്നത്? ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീരാന്നുള്ളതേ ഉള്ളൂ ഈ പറയുന്ന എല്ലാം. ചില പെമ്പിള്ളേരെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പബ്ലിക്. ഗവൺമെന്റ് ജോലി വേണം, ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ ഭർത്താവ് പോയാലും ആ ജോലി കിട്ടുമല്ലോ എന്ന്. എന്ത് ജീവിതോടാ, എന്ത് ലോകോടാ ഇതൊക്കെ മനുഷ്യന്മാര്. എന്തായാലും ഈ യുവതി പറയുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, അപ്പൊ കഴിഞ്ഞ വീഡിയോ ഞാൻ ഉണ്ടല്ലോ 25 ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു 25 കൂട്ടിത്തരോ എന്ന് പറഞ്ഞു. അപ്പൊ 30 വയസ്സ് ഞാൻ കൂട്ടിത്തരാം, ഓക്കെ, നോ പ്രോബ്ലം. ബട്ട് ഞാൻ 25 പറയുകയാണെങ്കിൽ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് മേ ബി 18-19 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 25 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 35 വയസ്സാണ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് 1-2 പിള്ളേരുള്ള ഗേൾസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് പ്രശ്നമില്ലെങ്കിൽ നോ പ്രോബ്ലം. പിന്നെ വന്നിട്ട് നേപ്പാളിനെ കുറിച്ചൊരു സ്പെഷ്യൽ കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ പെൺകുട്ടി ജനിച്ചിലാണ് വിഷമമല്ലേ? ഓക്കെ, പെൺകുട്ടിക്ക് ഇത്ര സ്വർണം കൊടുക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം അല്ലേ? ബട്ട് ഞാൻ നേപ്പാൾ അങ്ങനെയല്ല. ഞങ്ങളുടെ നേപ്പാളിൽ ആൺകുട്ടികൾ ജനിച്ചിലാണ് വിഷമം. കാരണം ഞങ്ങളുടെ നാട്ടിൽ പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ ആൺകുട്ടികളാണ് ഡൗറി അങ്ങോട്ട് കൊടുത്ത് കെട്ടിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോ നമ്മൾ എവിടെ പറഞ്ഞ പോലെ നിങ്ങളുടെ മക്കൾക്ക് എന്താ വെച്ച് നിങ്ങൾ ചെയ്തോളൂ പറയില്ല, അതേപോലെ അവരും പറയും നിങ്ങൾ കെട്ടാൻ പോണ പെണ്ണെ നിങ്ങൾ എന്താ വെച്ച് ചെയ്ത് കൊടുത്തോളൂ തന്നെ പറയും. ഓക്കെ, അപ്പം പിന്നെ ഒന്ന് ഡൗറി വാങ്ങിക്കുന്നത് തെറ്റാണ്. ബട്ട് അത് വായും കൊണ്ട് ചോദിക്കുമ്പോഴാണല്ലോ തെറ്റില്ല എല്ലാവർക്കും. വായും കൊണ്ട് ചോദിക്കാണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മോളല്ലേ അങ്ങനെ പറയില്ല, അതേപോലെ അവരും നിങ്ങളുടെ മോനല്ലേ അങ്ങനെ പറയും. ഓക്കെ, അവര് പറയുന്നത് കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാനൊന്നും ഒരു ഒപ്പീനിയൻ പറയുന്നത്, ഈ പെൺകുട്ടികൾ ജനിച്ചാൽ ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമമാണ്. മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം പെണ്ണായിപ്പോയി എന്നുള്ള മൈൻഡ് സെറ്റ് വരാറുണ്ട്. ദയവ് ചെയ്ത് ആ വൃത്തിയായിട്ട് സ്വഭാവം മനസ്സിലാണ്. ആരോഗ്യത്തോടെയും നല്ല രീതിയിലൊരു കുട്ടി ജനിച്ചു കിട്ടിയാൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അതിൽ സന്തോഷിക്കേണ്ടത് വേണ്ടത്. അല്ലാതെ അയ്യോ പെണ്ണായിപ്പോയി ഇനി അവളെങ്ങനെ കെട്ടിക്കണം, വളർത്തണോ, അയ്യോ എന്തൊക്കെ റിസ്ക് ലൈഫിൽ എന്നുള്ള രീതി ചിന്താഗതി ഒരുപാട് ആൾക്കാർക്കുണ്ട്. ദയവ് ചെയ്ത് അതൊക്കെ മാറ്റി വയ്ക്കണം. ലൈഫാണ്,
കുട്ടികൾ നല്ല രീതിയിൽ ജനിക്കുക എന്നുള്ളൊരു നല്ല ആരോഗ്യത്തോടും പുഷ്ടിയോടും ജനിക്കണം എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അല്ലാതെ ആൺകുട്ടി ജനിക്കണം പെൺകുട്ടി ജനിക്കണം എന്നൊന്നും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ചിലർക്ക് ആൺകുട്ടികളെ കൊഞ്ചിക്കാൻ ഇഷ്ടമായിരിക്കും, പെൺകുട്ടികളെ കൊഞ്ചിക്കാൻ ഇഷ്ടമായിരിക്കും, അതിന് കുഴപ്പമില്ല. അല്ലാണ്ട് ചിലവർ ഈ ഭാവി കണ്ടിട്ട് ഇങ്ങനെ വിധി എഴുതാറുണ്ട്. അതൊക്കെ ഭയങ്കര മോശമാണ്. അതെനിക്കറിയാം, അങ്ങനത്തെ ഉള്ളവരൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഈ കുട്ടി പറയുന്നത് വളരെ കറക്റ്റാണ്. പിന്നെ ഈ ഡൗറി, ഈ സ്ത്രീധനം, ആ സെറ്റപ്പൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിലൊക്കെ കുറേ മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും പെൺകുട്ടികളും ഒന്ന് ചിന്തിക്കണം. ഗവൺമെന്റ് ജോലിയിൽ എന്താണ് ഇത്ര പുഴുങ്ങി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹോ, എങ്ങാണ്ട് വെള്ളപ്പൊക്കത്തിൽ ഗവൺമെന്റ് പോയാലുള്ള ജോലി പോയാലുള്ള അവസ്ഥ ആലോചിച്ച് കഷ്ടം. വീണ്ടും